ഹലോ. സോ ഇന്ന് പറയാൻ വരുന്നത്, ഇപ്പം ന്യൂലി വെഡായ കപ്പിൾസ് ഉണ്ടല്ലോ ഒരുപാട് പേര്, അവർക്കെല്ലാം ഒരു ഇൻ്റർനാഷണൽ ട്രാവൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡ്രീം ആയിരിക്കും. കാരണം ഒരുപാട് തവണ അവർ സംസാരിച്ച് കാണും ഇങ്ങനെ ഒരു ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും. മിക്കവർക്കും ഹണിമൂൺ എന്ന് പറയുമ്പം കുറേ പേർക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോകണം, ബഡ്ജറ്റ് ആയിരിക്കും മിക്കവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യയിൽ തന്നെ ഇപ്പം സൗത്തിലുള്ള നമ്മളിപ്പോൾ സൗത്താണ് കേരളത്തിലുള്ള, അപ്പം നമുക്കിപ്പോൾ ഒരു ട്രാവൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇപ്പം ജമ്മു കാശ്മീറോ അല്ലെങ്കിൽ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ പോകണമെങ്കിൽ തന്നെ ഇവിടുന്ന് ഇപ്പം ട്രെയിനിൽ പോകാം അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകാം. അപ്പം നമ്മുടെ സമയത്തിൻ്റെ ഒരു കുറവ് മൂലം ഫ്ലൈറ്റാണ് എടുക്കുന്നത്. അപ്പം ആ സമയത്ത് നോക്കുമ്പം ട്രിവാൻഡ്രത്ത് ഡൽഹി ടു അടുത്ത ഡെസ്റ്റിനേഷൻ പോകണം. അപ്പോൾ എങ്ങനെ പോയാലും ഒരാൾക്ക് വൺ വേ ഒരു 10-15 ആ റേഞ്ച് ആവും. സോ അങ്ങനെ നോക്കുമ്പം ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ശരിക്കും ആ ഒരു ബഡ്ജറ്റിനകത്ത് കിട്ടുമോ എന്നൊരു തിരച്ചിലിനൊടുവിലാണ് ഈ കസാഖിസ്ഥാൻ എത്തുന്നത്. സോ കസാഖിസ്ഥാൻ ട്രിപ്പിന് നമുക്ക് ഒരുപാട് പ്രത്യേകത എന്താ വെച്ചാൽ കസാഖിസ്ഥാൻ വിസ ഫ്രീ ആണ്. അപ്പോൾ വിസയുടെ ആവശ്യമില്ല, ജസ്റ്റ് പാസ്പോർട്ട് മാത്രം മതി. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അതെ, ട്രാവലിനെ പറ്റി പറയാൻ വേണ്ടി അല്ല ശരിക്കും വന്നത്. ശരിക്കും കുറച്ച് ഹെൽപ്ഫുള്ളായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഇപ്പോൾ ശരിക്കും നമ്മൾ പോകുന്നതിന് മുമ്പ് 2-3 ഇങ്ങനത്തെ വീഡിയോ നോക്കിയിരുന്നു, പക്ഷേ അത്ര ഹെൽപ്ഫുള്ളായിട്ട് കിട്ടിയോന്ന് വെച്ചാൽ അറിയില്ല. പക്ഷേ കുറച്ചുകൂടെ കാര്യങ്ങൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പല രീതി ആയിരിക്കത്തില്ലേ. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ഒന്ന് ഉദാഹരണം പറയാം, ഇപ്പം ടെഞ്ചി എന്ന് പറയുമ്പോൾ അവിടുത്തെ കറൻസിയാണ്. ഇപ്പം നമ്മളിപ്പം നാട്ടിൽ നിന്ന് ഒരു കാർഡ് കൊണ്ടുപോകാന്ന് വെച്ചോ, ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആണ് നമ്മളെ വിസ കാർഡൊക്കെ. പക്ഷേ ഇപ്പം നമ്മുടെ സർക്കാർ കൊടുക്കുന്ന റുപ്പി കാർഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. നിങ്ങൾ കാർഡ് നോക്കിയാൽ മതി, അതിൽ റുപ്പിയാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്റർനാഷണലിൽ പോകുമ്പോൾ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് പറ്റിയിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ആ സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് ഡോളേഴ്സ് ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് നമ്മൾ ആ ക്യാഷ് മാറ്റിയതുകൊണ്ട് അവിടുത്തെ ട്രിപ്പ് അത്യാവശ്യം ഒരു ഇതിന് പോയി. സോ അതൊരു ടിപ്പായിട്ട് പറയല്ല, എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ ഡോളർ ആണെങ്കിൽ എവിടെ ചെന്നാലും എക്സ്ചേഞ്ചസിൽ അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ ഇന്ത്യൻ റുപ്പിയാണ് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഉണ്ട്. കാരണം അവിടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ ഒത്തിരി പഠിക്കുന്നുണ്ട്. റയർലി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അടുത്തൊക്കെ കുറച്ചുണ്ടെങ്കിലും നമുക്ക് ഡോളറാണ് നമ്മൾ കയ്യിലുള്ള, നമുക്ക് പേടിക്കണ്ട. കാരണം ഈസി ആയിട്ട് നമുക്ക് അത് എക്സ്ചേഞ്ച് ചെയ്ത് അവിടുത്തെ മണി എമൗണ്ട് ആക്കാൻ പറ്റും. സോ ബെറ്റർ നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിലുള്ള മണി ഒരു കുറച്ച് ഡോളേഴ്സ് ആക്കി കൊണ്ടുപോകുക എന്നുള്ളത്. അതാണ് ഒന്നാമതായിട്ട് പറയേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പം എടുക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളർ മീൻസ് അതായിരിക്കും സേഫ് എല്ലാവർക്കും. പിന്നെ രണ്ടാമത്തെ വിസ കാർഡും ഞങ്ങള് റൂപേ കാർഡ് ആയിപ്പോ എടുത്തത്, അപ്പൊ നമുക്ക് കാർഡ് പറ്റിയില്ല. ബേസിക്കലി നമ്മൾ അങ്ങനെ നോക്കിയായിരുന്നു, പക്ഷെ കൊണ്ടുപോയ സമയത്ത് റുപ്പേ കാർഡായി പോയി. സോ അങ്ങനെ നമ്മള് ഡോളർ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഒരു 300-500 ഡോളറിനടുത്ത് കൊണ്ടുപോയാൽ മതി ശരിക്കും പറഞ്ഞാൽ കസാഖിസ്ഥാനിലേക്ക്. കാരണം അധികം ചെയ്യാനൊന്നുമില്ല, എക്സ്പെൻസീവ് അല്ല. നമ്മുടെ രാജ്യത്തെക്കാളും ഒരു വിനിമയ നിരക്ക് നോക്കുമ്പം അത്യാവശ്യം അഫോർഡബിൾ ആണ്. എല്ലാ സാധനങ്ങൾക്കായാലും എല്ലാ കാര്യത്തിനായാലും ഒത്തിരി ചീപ്പൊന്നും അല്ല, പക്ഷെ അഫോർഡബിൾ ആണ്. മറ്റ് രാജ്യത്തെ നോക്കുമ്പോൾ യൂറോപ്യൻ കൺട്രീസിനൊക്കെ നോക്കുമ്പം അത്യാവശ്യം അഫോർഡബിൾ ആണ് നമുക്ക്. അതാണ് മെയിൻ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വിസ ഫ്രീ ആണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ 2 വേ ടിക്കറ്റ് കൊണ്ടുപോയി അവിടെ ഇമിഗ്രേഷന് കൊടുത്താൽ നമുക്ക് വിസ ഫ്രീ കിട്ടും. 14 ദിവസത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് അത് പോവാം. ശരിക്കും ഒരു നേപ്പാളിൽ പോകുന്ന പോലെ തന്നെ നമുക്ക് അവിടുത്തെ ഫ്ലൈറ്റ് ഇറങ്ങി ഇമിഗ്രേഷൻ ചെല്ലുക, ഇത് കാണിക്കുക, റിട്ടേൺ ടിക്കറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് കാണിക്കുക, അതായിട്ട് പോകാൻ പറ്റും. ഇത് രണ്ടാമത്തെ വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം. പിന്നെ 3 വെച്ചാൽ ഫ്ലൈറ്റ്. ശരിക്കും പറഞ്ഞാൽ 2 ഫ്ലൈറ്റാണ് ഇപ്പോൾ ആൾറെഡി അതിനകത്തുള്ളത്. ഒന്ന് എയർ അസ്താനയും ഇൻഡിഗോയും. ഇൻഡിഗോയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 15 കിലോ എക്സ്ട്രാ കിട്ടും. പക്ഷേ എയർ അസ്താനിലാണ് നിങ്ങൾ പോകണമെന്ന് വെച്ചോ 5 കിലോ മാത്രം. ആ 5 കിലോ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഇവൻ നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ എയർ അസ്താനയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ലഗേജ് കുറേ കട്ട് ഷോട്ട് ചെയ്യേണ്ടി വന്നു. കസാഖിസ്ഥാൻ ബേസിക്കലി അറിയാം, നിങ്ങൾക്ക് തണുപ്പുള്ളൊരു കൺട്രി ആയതുകൊണ്ട് അതിന് വേണ്ട ക്ലോത്ത്സ് എല്ലാം നിങ്ങൾ വിചാരിച്ചു അവിടെ പോയി പർച്ചേസ് ചെയ്യാൻ. പക്ഷെ അത് ഒരു തെറ്റായിപ്പോയി അങ്ങനെ ഡിസൈഡ് ചെയ്തത്. സോ ഇപ്പോൾ എയർ അസ്താന ആയതുകൊണ്ട് ലഗേജ് 5 kg ആയതുകൊണ്ടും നമ്മൾ ഇവിടെ നിന്ന് വളരെ മിനിമം കുറച്ച് ഡ്രസ്സ് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. സോ ഇൻഡിഗോ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതാണ് മൂന്നാമത്തെ പറയേണ്ടത്. എടുക്കുന്ന ഫ്ലൈറ്റ് അത് ഇൻഡിഗോ ആയിരിക്കും. കാരണം എയർ അസ്താനയുടെ അതേ റേറ്റ് തന്നെയാണ് ഇൻഡിഗോയ്ക്കും വരുന്നത് ഇപ്പം. പിന്നെ ടിക്കറ്റ് എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, ഈ കുറച്ച് നേരത്തെ എടുക്കണം.
ഇപ്പം പെട്ടെന്ന് അടുത്ത ആഴ്ചത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല റേറ്റ് ആവും. പക്ഷെ 1-2 മാസം ടിക്കറ്റ് എടുക്കുന്ന പോലെ തന്നെ ക്ലോസ് ടു ഡേറ്റ് എടുക്കുമ്പോൾ റേറ്റ്സ് ഭയങ്കര ഹൈ ആയിരിക്കും. സോ നേരത്തെ നമ്മൾ എന്തായാലും ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ ആകുമ്പോൾ കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്യുമല്ലോ. ഇപ്പൊ ഡൽഹി അറ്റ്ലീസ്റ്റ് ഒരു 1 month എങ്കിലും നേരത്തെ എടുത്ത് നമുക്കത് നടക്കും. ഈവൻ ഇപ്പൊ ഡൽഹിയിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ ഡയറക്റ്റ് കസാഖിസ്ഥാൻ അൽമാട്ടിലോട്ടാണ് നമുക്ക് കിട്ടുന്നത് ഫ്ലൈറ്റ്. അപ്പൊ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു 7,000-6,000 ചിലപ്പോൾ കിട്ടും. ഇപ്പൊ ഞാൻ പറയുന്നതുകൊണ്ട് ഈ സമയത്ത് കിട്ടണമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ നമ്മൾ എടുത്തപ്പം ആ ഒരു ഇതിലാണ് കിട്ടിയത്, ലൈക്ക് ഒരു 7,000 സംതിങ്, നിയർ ടു 8,000. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു 15+ സംതിങ് വൺ വേ ആണ് പറയുന്നത്. പിന്നെ പറയേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റേ ആണ്. നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യാം. നമ്മളെടുത്ത ഒരു അപ്പാർട്ട്മെന്റ് കണക്കാണ്. അപ്പൊ DNB മറ്റേ Airbnb അതുപോലത്തെ ഒരു അതേ കണക്ക് ഓൺലൈനായിട്ട് നോക്കി കണ്ടു. ജസ്റ്റ് ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെടും. ഞങ്ങൾക്കും വലിയ ഇത് നല്ലതാണോ, ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. നമ്മൾ നോക്കിയത് ബൈ ബുക്കിംഗ്സിലാണ്. അതെ അതെ. അപ്പം നേരത്തെ നമുക്ക് ക്യാഷ് പേ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ക്യാഷ് പേ ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ബുക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം എന്തായാലും നമ്മൾ ക്യാഷ് പേ ചെയ്യുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ബുക്ക് ചെയ്ത് വെച്ചു. കാരണം അവിടെ ചെന്നിട്ട് പേ ചെയ്യാം, കണ്ടിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ബുക്ക് ചെയ്തപ്പോൾ തന്നെ അവർ നമ്മളെ ഇങ്ങോട്ട് വിളിക്കും. നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വിസയുടെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് നേരത്തെ ഒരു ഹോട്ടലിന്റെ ബുക്കിംഗ് ചെയ്തിട്ട് അതിന്റെ ഒരു കോപ്പി കൂടെ എടുത്ത് വെച്ചിരുന്നു ഞാൻ. ഇപ്പം നമ്മൾ വിസയുടെ ഇമിഗ്രേഷനകത്ത് ചിലവർ ചോദിക്കോ ഇല്ലേ എന്നൊരു കൺഫ്യൂഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ അങ്ങനെ ബുക്ക് ചെയ്ത ശേഷം ഇപ്പം ട്രാവൽ ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് അതിന്റെ ഓണർ നമ്മളെ വാട്സപ്പ് മുഖാന്തരം കോണ്ടാക്ട് ചെയ്യും, എന്ന് വരുന്നു, എല്ലാ കാര്യങ്ങളും ചോദിക്കുകയല്ല. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. മെസ്സേജ് വഴി നമ്മളോട് നല്ലോണം ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പോസിറ്റീവ് ഇതായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അവര് തന്നെ നമുക്ക് ഒരു ഡോളറിന്റെ എക്സ്ചേഞ്ച് ചെയ്തു തന്നു. അവിടെ ചെന്നപ്പോഴേക്കും നമുക്ക് ലൈക്ക് നമ്മളിൽ ഉണ്ടായിരുന്ന ഡോളറിനേക്കാൾ നമ്മൾ 3 days ആണ് റൂം ബുക്ക് ചെയ്തത്. അപ്പം 3 days ഫുൾ റെന്റ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പേ ചെയ്യണം. പ്ലസ് എക്സ്ട്രാ ഒരു 10,000 ഒരു കോഷൻ ഡിപ്പോസിറ്റ് പോലെ നമ്മൾ അവർക്ക് കൊടുക്കണം. അതായത് നമ്മൾ ചെക്കൗട്ട് ചെയ്യുമ്പോൾ അവർ നമുക്ക് തിരിച്ചു തരും. അപ്പം നമ്മൾ അത്രയും കരുതിയിട്ടുണ്ടായിരുന്നു. വിചാരിച്ചു അവിടെ ചെല്ലുമ്പം ഡോളേഴ്സ്, ഓഫ്കോഴ്സ് ഡോളറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഡോളറാക്കി വെച്ചാൽ പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ലൈക്ക് അവർ ആ ഹോസ്റ്റ് തന്നെ പറഞ്ഞു ആ ഡോളർ ഇങ്ങ് തന്നോ, അവര് മാറ്റിക്കോളാം. അപ്പൊ അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ നമ്മളിപ്പം ഡോളർ എക്സ്ചേഞ്ച് ചെയ്യുന്ന വെച്ചോ ഭയങ്കര റേറ്റ് ആയിരിക്കും, ഡബിൾ റേറ്റ് ആയിരിക്കും. പക്ഷേ അതേസമയം നമ്മൾ ആ കുറച്ച് ഡോളർ, ഇപ്പോൾ 50-100 അകത്ത് ഡോളർ നമ്മൾ എയർപോർട്ടിൽ ചെയ്തിട്ട് ബാക്കി ഡോളർ പുറത്തുള്ള അവിടുത്തെ സ്റ്റേറ്റ് ബാങ്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റിന് കിട്ടും. സോ അങ്ങനെ അതുകൊണ്ടാണ് കുറച്ച് നമ്മൾ ബാക്കി വെച്ചിരുന്നത്. സോ അവർ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നമ്മൾ ചെന്ന ഉടനെ അവർ നമ്മളത് കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരത് വാങ്ങിക്കൊണ്ടുപോയി 10 മിനിറ്റിനുള്ളിൽ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടെന്ന് വിത്ത് ബില്ല് കൊണ്ടുവന്നിട്ട് നമ്മൾ ശരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഫ്രഷപ്പ് ചെയ്തിട്ട് നമ്മൾ പോയി ചെയ്യാം. ദാറ്റ്സ് ഓക്കെ, അവർ ചെയ്തോളാന്ന് പറഞ്ഞു. അത് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവര് അതൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഫോട്ടോസിൽ കണ്ട പോലെ തന്നെയായിരുന്നു അപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ മോദാൻ താറ്റെന്ന് പറയാം. ശരിക്കും നമ്മൾ അടിപൊളിയായിരുന്നു. ശരിക്കും നല്ലൊരു അപ്പാർട്ട്മെന്റ് കണക്ക് തന്നെ. ശരിക്കും ഒരു ബെഡ്റൂം ഇത്രയും നല്ലൊരു അപ്പാർട്ട്മെന്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റേ ചെയ്തിട്ടില്ല. ഈ ഒരു എമൗണ്ടിൽ ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക്. അതായത് ഒരു ബെഡ്റൂം, ഒരു കിച്ചൺ, ടോയ്ലറ്റ്, ബാൽക്കണി. കിച്ചൺ എന്ന് പറയുന്നത് അതിനകത്ത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പൊ മൈക്രോ ഓവൻ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, കെറ്റിലുണ്ട്, നമുക്ക് തുണി വിരിക്കാനുള്ള ഉണ്ട്. ആലോചിക്കുമ്പോൾ തന്നെ നൊസ്റ്റാൾജിക്കായിട്ട്. എന്റെ കിച്ചണിൽ തന്നെ ചെറിയൊരു ടേബിളും നല്ല വെൽ അറേഞ്ച്ഡ് ആയിട്ടൊരു ടേബിളും നടക്കും. ഭയങ്കര നമ്മളെ ഈ ഭയങ്കര എക്സ്പെൻസീവ് 5 star ഹോട്ടൽസിലൊക്കെ കാണുന്ന ആ ഒരു ലുക്കിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ്. ബെഡ്റൂം സോഴ്സും ഒരു TV ഉണ്ടായിരുന്നു, ഹീറ്റർ, ഓഫ്കോഴ്സ് അതൊരു തണുത്ത കണ്ടറായതുകൊണ്ട് ഹീറ്റർ ഉണ്ടായിരുന്നു. പിന്നെ ബെഡ്റൂമിന്റെ കമ്പോസിലും നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ബാത്റൂം ഇസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. ബാത്റൂം ആണെങ്കിൽ നമുക്ക് അവിടെ വെറുതെ പോയി ചുമ്മാ കുളിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അത്രയ്ക്ക് ഭയങ്കര ഷവർ ഏരിയ ആണെങ്കിലും പിന്നെ അവിടെ ഇങ്ങനെ സെൻറ്റഡ് സ്റ്റിക്സ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഭയങ്കര നല്ലൊരു ഓറ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. സോ ഇനി അടുത്ത വെച്ചാൽ സിം. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു രാജ്യത്തിന് പുറം രാജ്യത്തേക്ക് പോയി. അപ്പൊ നമ്മൾ ഉള്ളപ്പോൾ ജിയോ ആയിരുന്നു, പിന്നെ എയർടെലിലും ജിയോ ഉണ്ട്. പക്ഷെ അതൊന്നും അവിടെ വർക്ക് ചെയ്യത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ അവിടെ ചെന്നുകൊണ്ട് നമുക്കൊരു നാട്ടിലോട്ട് കോൺടാക്ട് ചെയ്യാനും നമ്മുടെ ഡേറ്റ ഉപയോഗിക്കാനും നെറ്റ് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു സിം എടുത്തു. ഏകദേശം ഒരു 5000 സംതിങ് ആയി. 5000 എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 1000 സംതിങ്
അപ്പൊ അത്രയും രൂപയായിട്ട് നമുക്ക് സിം കിട്ടും. ഏകദേശം ഒരു മാസത്തേക്കാണ്. 5 വെച്ചാണ് നമ്മള് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ആ സമയത്ത് അങ്ങനെയാണ് ഓരോ സമയം ചെറിയ ചെറിയ വേരിയേഷൻ കാണും. പക്ഷെ വേറൊരു കാര്യം ഉണ്ട്. കാരണം തിരിച്ചു വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ട്രിപ്പ് ഒക്കെ അവസാനിച്ച് ലാസ്റ്റ് ടിപ്പാണ്, നിങ്ങൾക്ക് ആ കൂടെ യൂസ് ചെയ്യാം. ആക്കല്ല പോണവർക്ക് ട്രൈ ചെയ്യാം. കാരണം നമ്മളിപ്പം രാത്രി ആയിരിക്കും മിക്ക സമയത്തും അവിടെ നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെയാണ് അവർക്ക് അവിടെ നിന്ന് ഇത് ഡിപ്പാർച്ചർ വരുന്നത്. സോ ആ ട്രാവൽ ചെയ്യുന്ന മിക്ക ഡിപ്പാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു നെക്സ്റ്റ് സെറ്റ് ഓഫ് ടൂറിസ്റ്റ് വരുന്നുണ്ട്, ലാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മളിപ്പോ സിം എടുക്കുന്നത്, ഇപ്പൊ എന്റെ സിം എന്ന് വെച്ചാൽ ഒരു മാസത്തേക്കാണ് നമ്മൾ എടുത്തത്. ഏകദേശം ഒരു 25 GB സംതിങ് അല്ലേ, 25 GB. പക്ഷെ നമ്മൾ ആകെപ്പാടെ 3 ദിവസം അവിടെ സ്റ്റേ കിട്ടുള്ളൂ. 4 ഡേയും 3 നൈറ്റും അങ്ങനെയല്ലേ, അത്രയല്ലേ ഉള്ളായിരുന്നു. അപ്പം കംപ്ലീറ്റ് 3 ഡേയ്സ് അത്രേ ഉള്ളായിരുന്നു. സോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു 10-20 ദിവസത്തെ ഒരു സിമ്മിന്റെ വാലിഡിറ്റി ഉണ്ട് അവിടെ. സോ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്നവർക്ക് ഇവരുടെ തൊട്ട് നിങ്ങൾ ഇവ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പാതി വിലക്കൊക്കെ ചിലപ്പോൾ സിമ്മ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ചിന്തിച്ചില്ല. പിന്നെ ഇനി വന്നപ്പോഴാണ് ആലോചിച്ചത്. ശരിക്കും അപ്പൊ അറൈവ് ചെയ്താക്കിയാലും ഒരു യൂസും ഇല്ല, വെറുതെ ഇരിക്കുക, ഫ്രീ ആയിട്ട് വേണമെങ്കിൽ കൊടുത്താൽ പറ്റത്തില്ല. ഇത് അവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസ് കേൾക്കുകയാണെങ്കിൽ അവർക്കും വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം ഇങ്ങനെ, അല്ലേ? അല്ല, അവർക്ക് ഹെൽപ്പ് ചെയ്യാം നമ്മുടെ ടൂറിസ്റ്റുകളെ വേണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ വന്ന സമയത്ത് തന്നെ അവിടെ ഡിപ്പാർച്ചർ അവിടെ തിരിച്ച് വരുന്ന സമയത്ത് ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട്. പക്ഷേ അതിൽ ഫ്ലൈറ്റ് അൽമാട്ടിലോട്ട് പോകുമ്പോഴും ഒരു 80% ഒരു സ്റ്റുഡൻസ് ആണ്. അത് മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരുന്നു. നമ്മൾ ഡോക്ടേഴ്സ് ആണ്, നിങ്ങൾക്ക് കണ്ടാ അറിയാം. അവര് മെഡിക്കൽ ബുക്സ് ആയിരുന്നു അവരുടെ കയ്യിൽ. തിരിച്ചു വന്നപ്പോഴും സെറ്റ് ഓഫ് മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരുന്നു. അവിടുത്തെ യൂണിവേഴ്സിറ്റി ഒക്കെ അത്യാവശ്യം അറിയത്തില്ല, എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഒരു 3-4 ഫ്ലോർ ഉള്ള ഒരു ബിൽഡിംഗ്, ജസ്റ്റ് ഒരു ബിൽഡിംഗ് മാത്രമാണ് കണ്ടത്. അവിടേക്ക് അങ്ങനെ ആയിരിക്കാം. മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ മോർ ഓഫ് ക്ലിനിക്കൽ ആണല്ലോ വേണ്ടത്. പക്ഷെ ഞങ്ങൾ കണ്ടത് മൊത്തം മേ ബി നമ്മൾ കണ്ടതിന്റെ കുഴപ്പമായിരിക്കാം. പോസ്റ്റിംഗ്സ് വേറെ ഉണ്ടാവാം. ഞങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ അറിയില്ല. ഞങ്ങൾക്കത് എന്താണെന്ന് അറിയാതെ പറയുന്നത് ശരിയല്ല. പിന്നെ പറയാനുള്ളത് അവിടെ നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട ആപ്സിനെ പറ്റിയാണ്. ശരിക്കും 2 ആപ്പാണ് നിങ്ങൾക്ക് വേണ്ട. ഒന്ന് യാൻഡെക്സ് എന്ന് പറയും. യാൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടുത്തെ ഊബറില്ലേ, അതിന്റെ സെയിം സാധനം. അത് യൂസ് ചെയ്യുന്ന ശരിക്കും വേണം. കാരണം നമുക്ക് എവിടെ പെട്ട് പോയാലുണ്ടല്ലോ സുഖമായിട്ട് തിരിച്ചു വരാം. ഇവിടെ പെട്ടാൽ നമ്മൾ വേറെ ഒരു ടാക്സി എടുത്തിട്ടില്ല. സാധാരണ ടാക്സി എന്ന് വെച്ചാൽ ഇപ്പൊ എയർപോർട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന യാൻഡെക്സ് ആണ്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ജസ്റ്റ് പോകുന്നവരുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ 2Gs എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മള് ഗൂഗിളില്ലേ, ഗൂഗിൾ മാപ്പ്, അതിന്റെ എക്സാക്ട് സെയിം. പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആപ്പ് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സ്ഥലം ചോദിച്ചു പോയപ്പം ലൈക്ക് ഒരു സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നു, ആ ആപ്പിലാണ് ഞങ്ങൾക്ക് കാണിച്ചത്. അപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചത് ഏതാ ആപ്പ്, ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഈ സ്ഥലത്തിന്റെ പേര് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ പോകുന്ന ബസ് റൂട്ടുകള്, പിന്നെ ബസ്സിന്റെ വരവ് വരെ നമുക്ക് കാണാൻ പറ്റും. ലൈൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് കുറെ സ്ഥലങ്ങളിലാണ് നമ്മൾ ഡൽഹിയിലൊക്കെ പോയ ബസ്സിനൊക്കെ നമ്പേഴ്സ് ആയതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ആ നമ്പർ ബസ് അവർ ആ നമ്പേഴ്സ് കാണിക്കും. ഡൽഹിയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ. അതിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് വെച്ചാൽ KSRTC ആണ്. ഞാൻ പറഞ്ഞില്ല എന്ന് പറയുന്ന വലിയൊരു തെറ്റാവും. കാരണം ടൂറിസ്റ്റുകൾ വരുന്ന ഒരുപാട് സ്ഥലമാണ്. ഇപ്പോൾ വർക്കല അവിടെയൊക്കെ അവർ ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മൾ മെയിനായിട്ട് തോന്നുന്നത് ടൂറിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ മെയിനായിട്ട് തോന്നുന്നത് നമ്മൾ ഗൂഗിൾ മാപ്സിലോ അല്ലെങ്കിൽ എവിടെ നോക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന ബസ്സുകളാണ്. ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ എല്ലാം KSRTC എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു നമ്പറിംഗ് സിസ്റ്റം വന്ന് നമുക്ക് അവിടുത്തെ ലൈക്ക് ബോർഡ് വായിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ആലോചിച്ച് നോക്കും, ഒരു ഫോറിനറിന് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ബോർഡ് മനസ്സിലാവാൻ പറ്റുക. അതുകൊണ്ട് തന്നെ അവർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ നമ്മളോട് വന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പൊ വർക്കല നിൽക്കുന്ന എൻ്റെ അടുത്ത് ഈസ്റ്റ് ഫോർട്ട് പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇന്ന ബസ്സിൽ കയറണം എന്ന് പറയുമ്പോൾ അവർക്കത് ഞാൻ അവിടെ നിന്ന് കാണിച്ചു കൊടുക്കും. ഈവൻ നമുക്ക് പോലും എപ്പോഴാണ് ബസ് വരുന്നത് അറിയത്തില്ല. പക്ഷെ കസായിസ്ഥാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അറിയാം ദാ ഈ വരുന്ന ഒരു ലൈൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ബസ് നമ്പേഴ്സ് നമുക്കൊന്ന് റീഡ് ചെയ്യണ്ട. നമ്പേഴ്സ് യൂണിവേഴ്സിറ്റി എല്ലാവർക്കും വായിക്കാൻ പറ്റുമല്ലോ. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബസ്സുകളിൽ കണ്ടക്ടർ ഇല്ല. ലൈക്ക്
ഫ്രണ്ടിലൊരു QR കോഡ് കാണും, നമ്മളത് സ്കാൻ ചെയ്യുക. അവർക്കെന്തോ കാർഡുണ്ട്, സിസ്റ്റം ഉണ്ട്. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. ഞങ്ങള് മറ്റേ ഇത് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് അവിടെ ചെറുതായിട്ട് ഞങ്ങളെ പറ്റിച്ചോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്. അവര് പറയുന്ന പല സമയത്തും പലതാ, ചിലത് 100 തെഞ്ചി ചോദിച്ചോണ്ട് 200 ചോദിച്ചവരുണ്ട്. സെയിം സ്ഥലത്തിന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കാശും ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു കാശും. പിന്നെ ടിക്കറ്റ് ആയിട്ട് അവർ ഞങ്ങൾക്ക് തരും. നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്കറിയാം. അവിടെ മാത്രം വലുതായിട്ടൊന്നും പറ്റിച്ചിട്ടുണ്ടോ, അല്ല ചെറിയൊരു ടിപ്പ് ലൈക്ക് അവരെടുത്തിട്ടുണ്ടാവും. പിന്നെ വേറെ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സിം, വിസ, ഫ്ലൈറ്റിന്റെ കാര്യം, പിന്നെ അവിടുത്തെ ക്യാഷ് കറക്റ്റ് ആയിട്ട്, പിന്നെ ഇനി ഹോട്ടൽ ബുക്ക് ചെയ്യാം. പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. ശരിക്കും പറയുകയാണെങ്കിൽ ഡെഡ്ലി കോൾഡ് എന്നൊക്കെ പറയാം. സോ അതുകൊണ്ട് അപ്പം ക്ലൈമറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അവിടെ ഭയങ്കര തണുപ്പാണ്. ലൈക്ക് അപ്പം നമ്മൾ ചെയ്യേണ്ടത് തണുപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ഡ്രസ്സും നമ്മൾ കൊണ്ടുപോയിരിക്കണം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നിങ്ങൾക്കറിയാം, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ താഴെ ആയാലും ഭയങ്കര തണുപ്പായാലും നമുക്ക് ഗാംഗ്രീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഭാഗത്തോട്ടുള്ള നമ്മുടെ ഈ ഫിംഗേഴ്സ് അല്ലെങ്കിൽ ടോസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കട്ട് ഡൗൺ ആയിട്ട് അവിടെ നമുക്ക് മുറിച്ച് മാറ്റേണ്ട ഒരവസ്ഥ വരെ വരും. ലൈക്ക് അതാണ് അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത്രയ്ക്കൊരു എക്സ്ട്രീമിൽ പോയിരിക്കാൻ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ തണുത്ത സ്ഥലങ്ങളിൽ പോകുമ്പം നമ്മൾ അതിനു വേണ്ടി ആ രീതിയിലുള്ള വസ്ത്രധാരണം. തണുപ്പെന്ന് പറഞ്ഞാൽ ആ തണുപ്പല്ല, മൈനസ്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ കാരണം വെച്ചാൽ ഷൈബുലാക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ കസാഖിസ്ഥാനിൽ. സോ അവിടെ പോകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ സീ ലെവലിൽ വെച്ച് 3200 മീറ്ററിന് എബോവ് ആണ്. ശരിക്കും പറഞ്ഞാൽ സ്നോ മൂടി കിടക്കുന്ന ഭയങ്കര സ്ഥലമാണ്. സോ അവിടെ ചെന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചത് വെറും ഒരു കാഷ്വൽ ഷൂസ് ആയിരുന്നു. സോ ആ സമയത്ത് നമുക്ക് കാലിൽ ഭയങ്കര വേദനയായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു ഈ പറഞ്ഞ ഗാംഗ്രീൻ അടിക്കുമെന്നൊരു. ഞങ്ങൾ ഏറ്റവും മുകളിൽ പോയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാലിൻ്റെ ബിഗ് ടോ പെയിൻ ആവാൻ തുടങ്ങി. ഞങ്ങൾക്ക് പേടിയായി തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഗാംഗ്രീൻ അടിച്ച് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഗാംഗ്രീൻ അടിക്കാൻ പോയതായിരുന്നു. അതിന് മുന്നേ ഞങ്ങൾ കാരണം അത്രയ്ക്കൊരു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഈ സൂചി കുത്തുന്ന കണക്കുള്ളൊരു ത്രോബിങ് കൈൻഡ് ഓഫ് പെയിൻ ഭയങ്കരമായിട്ട് വന്നു. അപ്പം ഞങ്ങൾക്ക് പേടിയായി. ഞാനാണെങ്കിൽ പോവാം ചേട്ടൻ പിന്നെയും വീഡിയോ എടുക്കും. പക്ഷെ എനിക്കത് എൻജോയ് ചെയ്യണമെന്നുകൊണ്ട് മനസ്സിൽ ആ പേടിയുണ്ട്. കാരണം അവിടെ ഇനി നമ്മൾ പോകുമെന്ന് അറിയില്ല. അപ്പം മാക്സിമം എൻജോയ് ചെയ്യണം. അപ്പം നമ്മൾ ഏതൊരു തണുത്ത സ്ഥലത്തും പോകുന്ന പോലെ തെർമൽസ് ഉണ്ടായിരിക്കണം. പിന്നെ സോക്സ്, ഗ്ലൗസ്, പിന്നെ അത്രയും നമ്മുടെ യൂഷ്വൽ ഷൂസ് പോരാ. തണുപ്പത്ത് ഇടുന്ന കുറച്ചുകൂടി അവിടെ യൂസ് ചെയ്യുന്നത്. കാരണം കുറച്ച് സോളൊക്കെ ഭയങ്കര തിക്കായിട്ടുള്ള പ്രത്യേക ഷൂ ആണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഷൂ സാധാ നമ്മുടെ ഷൂ ആയിരുന്നു. അപ്പോൾ അതിൽ ഈ മഞ്ഞ് വന്നിട്ട് ഉരുകി വെള്ളമാകുമ്പോൾ അത് ആ തണുപ്പ് അകത്തെത്തുന്നുണ്ട്. അത് സഹിക്കാൻ പറ്റത്തില്ല, എത്ര തണുപ്പാണ്. അപ്പം നമ്മൾ ബാക്കിയുള്ളവരുടെ അവിടെയുള്ള ബാക്കി എല്ലാവരുടെയും ഷൂ നോക്കുമ്പോൾ വേറൊരു കൈൻഡ് ഓഫ് ഷൂ ആയിരുന്നു സ്നോയിൽ നിന്ന്. അപ്പോൾ അങ്ങനത്തെ കൈൻഡ് ഓഫ് വാങ്ങാം. ഐ തിങ്ക് ഹുഡി കൈൻഡ് ഓഫ് തിങ്സ്, കുറേ സ്വെറ്റേഴ്സ്, അങ്ങനത്തെ നമ്മുടെ തണുപ്പിന് വേണ്ട സംഭവങ്ങളെല്ലാം വലുതായിട്ട്. തണുപ്പ് സമയത്തൂടെ ഉണ്ട് കേട്ടോ. കാരണം ഈ സമ്മർ സമയത്ത് പോയിട്ട് പിന്നെ സ്നോ ഇല്ല എന്ന് പറയരുത്. ആ സമയത്തിന്റെയാണ് മെയിൻ ആയിട്ട്. നമ്മൾ പോയത് ഒരു ജാനുവരി അവസാനം, ഫെബ്രുവരി അവസാനം, ഫെബ്രുവരി 25-നാണ് നമ്മുടെ മാരേജ്. ജാൻ 27 നമ്മൾ പോയി. ജാൻ ലാസ്റ്റ് വീക്ക് ആൻഡ് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആയിരുന്നു ഞങ്ങൾ. ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഒരു തണുപ്പിന്റെ സമയത്ത് നല്ല മഞ്ഞുണ്ട്. നെക്സ്റ്റ് മഞ്ഞ് തീരാൻ പോവുകയാണ്. ലാസ്റ്റ് സോർട്ട് ഓഫ് ആ മഞ്ഞിന്റെ സമയത്താണ് ഞങ്ങൾ എത്തിയത്. ഒരു കാര്യം കൂടെ പറയാനുള്ള, അവിടെ നമ്മുടെ മസ്റ്റ് വിസിറ്റ് പ്ലേസസ് ആണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് വെച്ചാൽ ഒരുപാടുണ്ട് കസാഖിസ്ഥാനിൽ. ശരിക്കും നമുക്കൊരു 3 ദിവസം ഉണ്ടായതുകൊണ്ട് തന്നെ അതിനകത്തുള്ള അൽമാട്ടി സിറ്റിയിലകത്തുള്ള പ്രസിഡന്റൽ പാലസ് ഉണ്ട്, ഒപ്പറ ഹൗസ് ഉണ്ട്, പിന്നെ അവിടെ കുറെ മോസ്ക് ഉണ്ട്, പിന്നെ അവരുടെ ഫുഡ്. അത് പിന്നെ നമ്മൾ പോയി മൗണ്ട് ഷൈംബുലാക്ക്, അത് പിന്നെ അത് മസ്റ്റ് വിസിറ്റ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ സ്ഥലമാണ്. അതൊക്കെ ഭയങ്കര ഈസിയാണ് പോകാൻ തന്നെ. കാരണം കാനോൺ എന്ന സ്ഥലമുണ്ട്, ഒരു ഡെസേർട്ട് സ്ഥലമാണ്, നമ്മൾ പോകാൻ പറ്റില്ല. പിന്നെ കുറെ ലേക്സ് ഉണ്ട്. അതിപ്പോ നിങ്ങൾ ഏതൊരു വീഡിയോ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മസ്റ്റ് വിസിറ്റ് പ്ലേസസ് ഞങ്ങൾക്ക് അത്രേ അറിയുള്ളൂ. കാരണം അതിൽ കൂടുതലുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ യാത്രയുടെ ഒരു ഫുൾ ഡിസ്ക്രിപ്ഷന് വേണ്ടി അല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറ്റിയ മിസ്റ്റേക്സ് പറ്റുന്നതെന്ന് വെച്ചിട്ട് ജസ്റ്റ് പറയുന്ന. കുറച്ചുകൂടെ റിസർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയ കുറച്ച് മിസ്റ്റേക്സ് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും കസാഖിസ്ഥാനെ പറ്റി അറിയത്തില്ല. അപ്പൊ വില്ലേജ് വിസിറ്റ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങളൊരു ഗ്രീൻ ബസാർ എന്നൊരു സ്ഥലത്ത് പോയി. അവര് നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു അത്ര ചീപ്പായിട്ടൊന്നും അല്ല തന്നെ. അത് കഴിഞ്ഞ് നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് കൈൻഡ് ഓഫ് സ്ഥലത്ത് പോയി. എൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നത്. ആരോട് ചോദിച്ചാലും ഓർമ്മ വരുവാണെങ്കിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു മാള്, അതായത് നമ്മുടെ ഒക്കെ ലുലു ഒക്കെ അത്രയ്ക്ക് സൈസ് ഇല്ല, ലൈക്ക് മാൾ എല്ലാം ഉള്ള
ലൈക്ക് ഡ്രസ്സ് ഫുഡ് എല്ലാം ഉള്ള സൂപ്പർ മാർക്കറ്റ് എല്ലാം അവിടെയൊക്കെ മറ്റേ MRP ആണല്ലോ, അപ്പോൾ അവർക്ക് മാറ്റി പറയാൻ പറ്റില്ല. അപ്പം അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത്രയേ ഉള്ളൂ. പിന്നെ മസ്റ്റായിട്ട് അൽമാട്ടിയിൽ നമുക്കെല്ലാം അറിയാം ആപ്പിൾസ് ആണ് ഭയങ്കര അടിപൊളി ടേസ്റ്റ്. ഫ്രൂട്ട്സ് ഒക്കെ ഭയങ്കര കുറച്ചുകൂടെ ഫ്രഷ് ഫീലിംഗ് ആണ്, നല്ല ഫ്രഷ് ആണ്, ശരിക്കും ഫ്രഷ് ആണ്. ഫ്രൂട്ട്സ് ആൻഡ് ബ്രെഡ്സ് ആണ് അവിടുത്തെ. ബ്രെഡ്സ് അറിയാലോ. തന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, കാരണം നമ്മൾ അത്ഭുതപ്പെട്ടു. കാരണം അവിടെ നമ്മൾ കുറച്ച് ആപ്പിൾ കൊണ്ടുവന്നു, പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കും പെട്ടെന്ന് അത് ചീത്തയായി. നമ്മൾ ഇവിടെ ചീഞ്ഞു പോയ ടൈപ്പ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഒരു ആപ്പിൾ വാങ്ങി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മാസം വരെ കല്ല് കണക്കിരിക്കും. അപ്പൊ എന്തൊക്കെയാ അവരത് ചേർക്കുന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായിപ്പോയി. ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. ശരിക്കും നമ്മുടെ ഗവൺമെന്റ് ഇതിനൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അറിയില്ല, അവിടെ നിന്നൊക്കെ ഇങ്ങ് വരെ വരാൻ വേണ്ടിയുള്ള ഷെൽ ലൈഫ് കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ ഹെൽത്തി ആയിട്ട് ചെയ്യുവാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. പിന്നെ നമുക്ക് ഫ്രണ്ട്സിനെ കൊടുക്കാൻ പറ്റുന്നത് ചോക്ലേറ്റ്സ് ആണ്. അവിടെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്, കസാക്കിലെ ചോക്ലേറ്റ്സ് ഭയങ്കര ഫേമസ് ആണ്. അവിടെ നല്ല നല്ല ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഞങ്ങള് മാഗ്നറ്റ് കളക്ട് ചെയ്തു. ശരിക്കും കസാഖിസ്ഥാനിൽ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ വിസയുടെ ഒരു ഇളവ് കാരണം. പിന്നെ കൺട്രീസും ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൺട്രീസും. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തണുത്ത സ്ഥലമായിരുന്നു പ്രിഫറബിൾ, ചൂടുള്ള. ശരിക്കും നമ്മൾ ഈ തായ്ലാന്റ്, ശ്രീലങ്ക, സിംഗപ്പൂർ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ വെച്ചാല് നമ്മുടെ തന്നെ ക്ലൈമാറ്റിന്റെ ഏകദേശം ഒരു സാമ്യം തന്നെയാണ് അവിടെ. സ്ഥലത്ത് പോകണം, വിസ ഫ്രീ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഇത് മൂന്നും നമുക്ക് കിട്ടാവുന്ന ഒരു കസാഖിസ്ഥാൻ തന്നെയായിരുന്നു. പിന്നെ ഹണിമൂണിന് ഒരു അത്ര ഒരു ശരിക്കും പറഞ്ഞാൽ നൈസ് ഡെസ്റ്റിനേഷൻ ആണ്. സൂപ്പർ പീപ്പിൾ, നല്ല ആൾക്കാരാണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാരാണ്. അങ്ങനെ പറയരുത്, ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് അറിയില്ല, അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ എല്ലായിടത്തും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുക അല്ലാതെ വേറെ നിവർത്തിയില്ല. കാരണം നമുക്ക് ഇംഗ്ലീഷിന് ഒരു വാക്ക് പോലും അറിയില്ല. നമുക്ക് റഷ്യൻ കേട്ടാൽ അവർ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ദേ ടോക്ക് റഷ്യൻ്റെ. അപ്പം എനിക്ക് റഷ്യൻ കേട്ടാൽ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പം ഇങ്ങനെ നിൽക്കാൻ നല്ലത്. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ടെങ്കിൽ ഓക്കെ, കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അതും കൂടെ ശരിക്കും പറഞ്ഞാൽ ആവശ്യമുള്ളതാണ്. പറയാം, അതിപ്പോൾ അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, എടുത്തു പോകും. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അവിടുത്തെ റഷ്യൻ പഠിച്ചിട്ട് പോയാൽ നല്ലതായിരിക്കും. പിന്നെ അവിടുത്തെ ഫുഡ് അതുപോലെ നല്ല ക്വാളിറ്റി, ശരിക്കും പറയാം നല്ല ക്വാളിറ്റി ഫുഡ്. എനിക്ക് ഒരു എന്താ സ്ട്രീറ്റ് ഫുഡ്സോ അങ്ങനൊന്നും കാണാനേ പറ്റിയില്ല. ചീപ്പായിട്ട് ഫുഡ് സെല് ചെയ്യുന്ന സ്ഥലം. മേ ബി തണുപ്പത്ത് അങ്ങനെ വിൽക്കാൻ പറ്റില്ല, തുറന്നു വെച്ച് വിൽക്കാൻ പറ്റാത്ത. അവിടുത്തെ ടാക്സി തന്നെ BMW, ലെക്സസ് ഒക്കെയാണ്. പിന്നെ അപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ ഏത് ലെവലിൽ കൺട്രിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കസാഖിസ്ഥാനെ പറ്റി നമ്മൾ യൂട്യൂബിൽ കാണുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഒരു ഓക്കെ ഒരു ഏഷ്യൻ കൺട്രി കണക്ക്. പക്ഷെ ശരിക്കും അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത്. ലെക്സസിന്റെ ഒക്കെ ടാക്സി കൊണ്ട് ഞെട്ടിപ്പോയി. റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ BMW, Audi, ഡിസിപ്ലിൻ. ശരിക്കും ഒരൊറ്റ ആള് പോലും സീബ്ര ക്രോസിലല്ലാതെ അവിടെ ക്രോസ് ചെയ്യില്ല. അപ്പൊ നമുക്കും തോന്നത്തില്ല അങ്ങനെ ക്രോസ് ചെയ്യണം. വണ്ടികളെന്ന് വെച്ചാൽ ശരിക്കും ഓരോ കാർ വന്നിട്ട് അതിന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ക്യൂ നിന്ന് സിഗ്നൽ എല്ലാം നമ്മളെങ്കിൽ അവിടെ കിങ് നമ്മളാണ്. ഒരൊറ്റ വണ്ടി എടുക്കത്തില്ല. പക്ഷെ നമ്മൾ സീബ്ര ക്രോസിൽ മാത്രമേ ക്രോസ് ചെയ്യാവൂ. വേറെ എവിടെയെങ്കിലും അവര് നല്ല ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. റോഡ്സ് ആർ സോ സ്മൂത്ത്. ഒരു മോശം റോഡ് പോലും കണ്ടില്ല. പോലീസ് ചെക്കിംഗ് ഇല്ല, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. ഒരു സ്ഥലത്തും ഒരുപാട് സ്ഥലത്ത് ചുമ്മാ മാർക്കറ്റ്സിലെല്ലാം കിട്ടും. പക്ഷെ അവിടെ ആരും മദ്യപിച്ചിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് കാണാനേ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പോലെ ആർക്കൊരു പബ്ലിക്കിനൊരു ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ആരും മദ്യപിച്ചിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. ഒരു നല്ലൊരു കൾച്ചറുണ്ട്. നമ്മുടെ കൾച്ചറിനെ മോശമായിട്ട് പറഞ്ഞല്ല, നമുക്ക് ഈ പുറത്തു പോകുന്ന ആൾക്കാര് പറയണമല്ലോ. അല്ല, നമ്മൾ പുറത്തു പോകുന്ന ആൾക്കാർ തിരിച്ച് വന്നിട്ട് ഈ കേരളത്തിനെ പറ്റി ആവാദം പറഞ്ഞ് അങ്ങനെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ കൾച്ചറിൽ വന്നുകൊണ്ടുള്ള ഒരു ചെറിയ കുറ്റമെന്നല്ല പറയുന്നത്. കുറച്ചുകൂടെ നമുക്ക് അഡാപ്റ്റ് ചെയ്ത കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എല്ലാവർക്കും നല്ലതല്ലേ. അങ്ങനെ പറഞ്ഞാൽ റോഡ് റൂൾസ് ഒക്കെ എല്ലാവരും ഫോളോ ചെയ്ത്. ഇപ്പൊ ഒരാൾ റോങ് ആയിട്ട് കയറുമ്പോഴാണ് പിന്നെ ബാക്കി വരുന്നാളും അങ്ങനെ ചെയ്യാൻ ടെംപ്റ്റേഷൻ ആവുന്നത്. എല്ലാരും ഇന്ത്യയിലുണ്ട്, നോർത്ത് ഈസ്റ്റിലൊക്കെ ആസാമിലൊക്കെ നല്ല ഒരു ഡിസിപ്ലിൻ ആണ്. അതെ, ഞാൻ നോർത്ത് ഈസ്റ്റിൽ പോയിട്ടില്ല. അവിടെ ചെന്നപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തു. എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. പിന്നെ ഭയങ്കര ക്ലീനുമാണ് സിറ്റീസൊക്കെ. ഒരു ഗാർബേജോ ആരും സ്പിറ്റ് ചെയ്യുന്നതോ, ഭയങ്കര വെൽ കൾച്ചേർഡ് പീപ്പിൾ. നമുക്ക് നമ്മുടേതായ കൾച്ചർ, അവർക്ക് അവരുടേതായ കൾച്ചർ.
പക്ഷേ ശരിക്കും നല്ലൊരു ട്രിപ്പാണ്. ശരിക്കും നിങ്ങളൊരു കപ്പിളാണ്, നിങ്ങൾ കുറച്ച് ബഡ്ജറ്റൊക്കെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ആഗ്രഹിക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ശരിക്കും പോകാൻ പറ്റും. കൊള്ളാം. കുട്ടികളായിട്ടൊരു കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമ്മൾ തണുപ്പിന്റെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ. പക്ഷെ തിരിച്ചു വന്നപ്പോ നമ്മളെ ബാക്കിൽ നിന്ന് വല്ല ഒരു അങ്കിൾസ് ആയിരുന്നു, ചുമ്മാ ട്രിപ്പിന് പോയവരാ. ഒരു മിഡ് ഏജ് കഴിഞ്ഞ ഒരു എനിക്കൊന്ന് റിട്ടയർഡ് ആയവരാണ് തോന്നുന്നല്ലേ, ആ ഏജിലുള്ള രണ്ടുപേരാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ ആണ് കസാഖിസ്ഥാൻ എന്ന് പറഞ്ഞാൽ. വിസ ഫ്രീ ഓൾസോ, സോ പ്ലീസ് ഡു വിസിറ്റ്. നല്ല സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. സോ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. ശരിക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. സോ ബേസിക്കലി ഇതിലെല്ലാം കവറായിട്ടില്ല എന്ന് ശരിക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെൽപ്പ് വേണമെങ്കിൽ ഇപ്പം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി, ഹെൽപ്പ് ചെയ്യാം. ഈ വീഡിയോയിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു.